അതിഥി സൽക്കാരം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൽഗുണത്തിൽ ഉത്തമമായ സ്വഭാവത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അതിഥികളെ സൽക്കരിക്കുമായിരുന്നു. ഏറ്റവും നല്ല ഭക്ഷണം നൽകുമായിരുന്നു. രാത്രി കിടക്കുന്നതിനൊക്കെ നല്ല സൗകര്യങ്ങൾ നൽകുമായിരുന്നു. ഒരു ദിവസം ഒരു മനുഷ്യൻ പ്രവാചകന്റെ വീട്ടിൽ അതിഥിയായി വന്നു. നല്ല ഭക്ഷണം കഴിപ്പിച്ചു. ഉറങ്ങാനുള്ള സമയത്ത് അദ്ദേഹത്തിന് വയറുവേദന അനുഭവപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിരിപ്പിലും കിടക്കയിലും പുതപ്പിലും അദ്ദേഹം വൃത്തികേടാക്കി. നേരം പുലരുന്നതിന് മുമ്പ് അദ്ദേഹം പ്രവാചകനോട് യാത്ര പറയാതെ തൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടു. കുറേ ദൂരത്തെത്തി അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ വാള് ഞാൻ കിടന്ന സ്ഥലത്ത് വെച്ച് മറന്നുപോയിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ആ റൂമിൽ കയറിയ സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ വിരിപ്പും പുതപ്പും കിടക്കാനുള്ള സൗകര്യവും എല്ലാം വൃത്തികേടായ അവസ്ഥയിലുണ്ടായത്. അത് പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കി കഴുകി നിൽക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സമയത്ത് തന്നെ അദ്ദേഹം പ്രവാചകന്റെ മുഖത്ത് നോക്കിയപ്പോൾ പ്രവാചകൻ പുഞ്ചിരിയോടുകൂടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരിഹസിച്ചില്ല, ആക്ഷേപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞില്ല, അധിക്ഷേപത്തിൻ്റെ വാക്കുകളും പറഞ്ഞില്ല. കൃത്യമായി നല്ല സ്വഭാവം, നല്ല എളിമയുടെ വിനയത്തിൻ്റെ ചിറക് അദ്ദേഹത്തിന് താഴ്ത്തിക്കൊടുത്തപ്പോൾ അദ്ദേഹം ആ നല്ല പെരുമാറ്റം കണ്ടുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരികയുണ്ടായി.